പ്രഗ്നൻസിയുടെ 7th മന്ത് ഈ ഒരു മാസത്തിലാണ് നമ്മുടെ ബേബി ഒത്തിരി ഇൻട്രാക്റ്റീവ് ആവുന്നത്. അതായത് മൂവ്മെൻറ്റ്സ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. ഈവൻ ഫാദേഴ്സിന് വരെ ഒരു കിക്ക് ഫീൽ ചെയ്യുന്ന സമയമാണ് 7th മന്ത് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ അംബ്ലീജസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ 7th മന്തിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? ഒന്നൊരു 26 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ് ലൈറ്റ്സിനോടും റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. കണ്ണ് തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഒരു 28 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മദേഴ്സിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടന്ന് കിക്സ് ഒന്ന് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിലൊരു ഫിക്സ് നമ്പറിനേക്കാളും നമ്മുടെ ബേബിക്ക് എന്താണ് നോർമൽ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആർബിട്രലി പറയുന്ന ഒരു 2 മണിക്കൂർ ഒരു 10 കിക്കെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ബേബി റെഗുലർലി അതിലും കൂടുതൽ മൂവ് ചെയ്യാറുണ്ട്. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് റിഡക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. ബേബിയുടെ വെയിറ്റ് കൂടി ഒരു 1 kg പ്ലസ് ആവുന്നു. അതിനോടനുസരിച്ചുള്ള പ്രഷർ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. നമ്മുടെ പോസ്റ്ററിൽ ചെറിയൊരു ചേഞ്ചസ് വരും. കുറച്ച് ബാക്ക് ഏക്സ്, ബ്രെത്ത്ലെസ്നെസ്, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അതൊക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷേ യെസ്, ബേബിയും ഇൻട്രാക്റ്റീവ് ആണ്. യു ഫീൽ മോർ ആൻഡ് മോർ പ്രഗ്നൻറ്റ് അല്ലേ. അത് കൂടാതെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, ഹസ്ബൻഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു 28 വീക്സ് ടൈമിൽ നമ്മളൊരു ഇഞ്ചക്ഷനും കൂടി അഡ്വൈസ് ചെയ്യും. ബേബിയുടെ ബ്ലഡ് നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ആൻറ്റിഡി എന്നുള്ളൊരു വാക്സിൻ ഈ സമയത്ത് റെക്കമെൻഡഡ് ആണ്. ഈ സമയം തൊട്ട് പതുക്കെ നമ്മുടെ ബേബിക്കായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഡെലിവറി എവിടെ വേണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് കൺഫേം ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൂടാതെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ദിസ് വുഡ് ബി എ റൈറ്റ് ടൈം. അതായത് ആ ഒരു 3rd ട്രൈമസ്റ്ററിൻ്റെ ഫുൾ ഡിസ്കംഫർട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല, പക്ഷേ നല്ലൊരു ക്യൂട്ട് ബംപ് വിസിബിൾ ആവുന്ന ഒരു ടൈമാണ്. സോ ഒരു 7th മന്ത് എൻഡാണ് ഒരു ആപ്റ്റ് ടൈം നമുക്കൊരു ഫോട്ടോഷൂട്ട്സും ഇതെല്ലാം പ്ലാൻ ചെയ്യാനായിട്ട്. ഈ സമയത്ത് ഡയറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. വയറിൻ്റെ സൈസ് കൂടുന്തോറും ഒരുമിച്ച് ഒരു ഹെവി ക്വാണ്ടിറ്റി എടുക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്പ്ലിറ്റ് മീൽസ് ആയിട്ട് ഹൈ പ്രോട്ടീൻ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാനായിട്ട് നോക്കുക. അയൺ ആൻഡ് കാൽഷ്യം ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. ഹീമോഗ്ലോബിൻ ലെവൽസ് നമ്മൾ ഈ സമയത്ത് ഒന്ന് റീചെക്ക് ചെയ്യും. ലെവൽസ് കുറവാണെങ്കിൽ ഇതൊരു അയൺ ടാബ്ലറ്റ്സിലൂടെ ഓർ ഇഞ്ചെക്ഷൻസ് ആയിട്ട് സപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഹെൽത്തിനും ബേബിയുടെ ഗ്രോത്തിനുമായിട്ട്.